ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമുക്ക് 24-ാമത്തെ ദശകം വായിക്കാൻ പഠിക്കാം. ശ്രീമന്നാരായണീയം ദശകം 24 പ്രഹ്ലാദചരിതം. ശ്ലോകങ്ങൾ 1-2. ശ്ലോകം 1. ഹിരണ്യാക്ഷേ പോത്രി പ്രവരവപുഷാ ദേവ ഭവതാ ഹതേ ശോകക്രോധഗ്ലബിദധൃതിരേതസ്യ സഹജ ഹിരണ്യപ്രാരംഭ കശിപുരമരാരാദിസദസി പ്രതിജ്ഞാമാതേനേ തവ കില വഥാർത്ഥം മധുരിപോ. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലുമെന്ന് നോക്കാം. ഹിരണ്യാക്ഷേ, ക്ഷ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. പോത്രി പ്രവര വപുഷ, അത് ചേർത്ത് ചൊല്ലാനുള്ളതാണ്. ദേവ ഭവത, ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ഹതേ ശോക ക്രോധ ഗ്ലപിത ധൃതിർ ഏതസ്യ, ചേർത്തിട്ട് ശോക ക്രോധ ഗ്ലപിത ധൃതിരേതസ്യ. ധൃതിർ ഏതസ്യ, അതാണ് രേ എന്ന് വന്നത്. ധൃതിരേതസ്യ ചേർത്ത് ചൊല്ലുമ്പോൾ ശോക ക്രോധ, ധ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ഗ്ല എന്ന്, അത് ശ്രദ്ധിച്ചോളൂ എങ്ങനെ എഴുതിയിരിക്കുന്നതെന്ന്. ഗ്ലബിത ധൃതി, ധൃ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. സഹജ, അവിടെ വിസർഗം. ഹിരണ്യ പ്രാരംഭ, അവിടെ വിസർഗമുണ്ട്. ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. കശിപൂർ അമരാരാധി സദസി, ചേർത്തിട്ട് കശിപുരമരാരാധി സദസി. കശിപൂർ എന്നുള്ളത് ചേർത്ത് നമ്മൾ എഴുതുമ്പോൾ കശിപുരമരാരാധി സദസി. ഇർ എന്നുള്ളതൊക്കെ നമ്മൾ ചേർത്ത് എഴുതുമ്പോൾ രാ എന്ന് വരും. ഇവിടെയും കണ്ടില്ലേ, ധൃതിർ എന്നുള്ളത് ധൃതിരേതസ്യ എന്ന് വന്നു. അതേപോലെ കശിപുരമരാരാധി സദസി പ്രതിജ്ഞാം ആതേനേ. ജ്ഞാം, പ്രതിജ്ഞാം, ജ ഞാനാണ്. പ്രതിജ്ഞാം ആതേനേ ചേർത്തിട്ട് പ്രതിജ്ഞാമാതേനേ തവ കില വഥാർത്ഥം. വഥാർത്ഥം എന്നുള്ളതിൻ്റെ ധാന്ന് നന്നായിട്ട് ഊന്നി പറയണം. അർത്ഥം എന്നുള്ളതും. മധുരിപോ, മധു, ധു എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. മധുരിപോ, അങ്ങനെ നിർത്താം. ഹിരണ്യാക്ഷേ പോത്രി പ്രവരവപുഷാ ദേവ ഭവതാ ഹതേ ശോകക്രോധഗ്ലബിദധൃതിരേതസ്യ സഹജ ഹിരണ്യപ്രാരംഭ കശിപുരമരാരാധി സദസി പ്രതിജ്ഞാമാതേനേ തവ കില വഥാർത്ഥം മധുരിപോ. അടുത്തത് 2-ാമത്തെ ശ്ലോകം. വിധാതാരം ഘോരം സഖലു തപസി ത്വാന്ന ചിരത പുരഃസാക്ഷാത് കുറുവൻ സുരനരമൃഗാദ്യൈരനിധനം വരം ലബ്ധ്വാ തൃപ്തോ ജഗദിഹ ഭവന്നായകമിദം പരിക്ഷുന്ദന്നിന്ദ്രാദഹരത ദിവം ത്വാമഗണയൻ. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലുക നോക്കാം. വിധാതാരം, വിധ എന്നുള്ളതിൻ്റെ ധാ എന്ന് നന്നായിട്ട് ഊന്നി പറയണം. ഘോരം, മേഘം എന്നുള്ളതിൻ്റെ ഖ എന്നാണ്, അതും നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. സ ഖലു, മുഖം എന്നൊക്കെ ഉള്ളതിൻ്റെ ഖ എന്നാണ്, അതും ഊന്നി പറയാനുള്ളതാണ്. സ ഖലു തപസിത്വാ നചിരത, അവിടെ വിസർഗം, അപ്പം വിസർഗത്തോടു കൂടെ നിർത്തണം. പുരഃസാക്ഷാത്, പുര അവിടെ വിസർഗം ഇട്ടിട്ട് ചൊല്ലുകയാണെങ്കിൽ സാക്ഷാത് ഒരു സാന്ന് മതി. ചേർത്ത് ചൊല്ലുമ്പോൾ പുരഃസാക്ഷാത് 2 സാന്ന് വേണം. ക്ഷ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. കുറുവൻ സുരനരമൃഗാദ്യൈർ അനിധനം, ചേർത്തിട്ട് സുരനരമൃഗാദ്യൈരനിധനം. ധ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. വരം ലബ്ധ്വാ, ധ
ലബ്ധ്വ എന്നുള്ളതിൻ്റെ ധാന്നും നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. ദൃപ്തോ ദൃ എന്നുള്ളത് മൃദുവായിട്ട് പറഞ്ഞാൽ മതി. ജഗത് ഇഹ ചേർത്തിട്ട് ജഗതിഹ. ഭവത് നായകമിതം ചേർത്തിട്ട് ഭവന്നായകമിതം. ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. നാന്നും മെല്ലെ ഊന്നണം. ഭവന്നായകമിതം. പരിക്ഷുന്ദൻ ഇന്ദ്രാത് അഹരത ചേർത്തിട്ട് പരിക്ഷുന്ദൻ ഇന്ദ്രാത് അഹരത. ക്ഷു എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. ദിവം ത്വാം അഗണയൻ ത്വാം അഗണയൻ അങ്ങനെ നിർത്താം. വിധാതാരം ഘോരം സഖലു തപസി ത്വാന്ന ചിരത പുരസാക്ഷാത് കുറുവൻ സുരനരമൃഗാദ്യൈരനിധനം വരം ലബ്ധ്വാ തൃപ്തോ ജഗതിഹ ഭവന്നായകമിതം പരിക്ഷുന്ദൻ ഇന്ദ്രാദഹരത ദിവം ത്വാമഗണയൻ. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ. ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.